നിങ്ങളുടെ എല്ലാവരുടെ ഒരു ചോദ്യമായിരുന്നു ഇത്രയും മേക്കപ്പ് ചെയ്തിട്ടും ഷൂട്ട് ചെയ്തിട്ടൊക്കെ മിറിയേച്ചിയുടെ സ്കിൻ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് വെക്കുന്നത് എന്നുള്ളത്, നല്ല സൂപ്പർ ആയിട്ട് വെക്കുന്നത്, അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ തലശ്ശേരിയിലെ സ്വന്തം ഡോക്ടർ താജ് ലേസർ സ്കിൻ ക്ലിനിക്കിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വീഡിയോസ്. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജന. അപ്പം ഞാൻ മുന്നേറ്റൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ഉള്ളത്. അതിന്റെ ബാക്കിൽ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് തന്നെ ഇട്ടത്. എന്നാലേ എനിക്കത് ബാക്കി പറയാൻ പറ്റുക. ആദ്യം തന്നെ ഞാൻ പറയാം, അവർ എൻ്റെ നാട്ടുകാരാണ്. ഞാൻ അവരെ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ഒരു വീഡിയോയുടെ ഒന്നുമല്ല, എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കാരണം അവരധികം താജ് ഡോക്ടറുടെ തലശ്ശേരിയിലുള്ള താജ് ഡോക്ടർ താജുദ്ദീൻ ആണ് ഫുൾ നെയിം വരുന്നത്. നമ്മൾ താജ് എന്ന് വിളിക്കുക. താജ് ഡോക്ടറുടെ പോയിട്ടുള്ള വീഡിയോ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അവർ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ എന്നെ പോലത്തെ പെൺകുട്ടികളൊക്കെ കുറെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നല്ലതാണോ, എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയാം. കാരണം എന്നെ പോലെ ഒരു അനുഭവം ഇനി ഇതുപോലെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടിയത് ഒരു അവസ്ഥ വേറൊരു പെൺകുട്ടിക്ക് കിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയത്. അപ്പൊ അവര് പ്രൊമോഷൻ കാര്യങ്ങൾ കൊണ്ട് ഇട്ടൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ, മേ ബി എനിക്കറിയത്തില്ല, അതായിരിക്കാം ഞാൻ കൂടുതൽ ചാൻസ്. അപ്പൊ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാം, കുറെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ നെഗറ്റീവായിട്ട് ഇടുന്ന ഒരു വീഡിയോ അല്ല അത്. നിങ്ങൾ ആദ്യം അവരെ വീഡിയോസ് കാണലുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യലുണ്ട്, ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ താജുദ്ദീൻ ഡോക്ടർ കാര്യം അതെനിക്ക് എന്തായാലും പറയണം. കാരണം അത് ഞാൻ വേണ്ടാന്ന് വെച്ചൊരു ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാനത് ഇവരുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിപ്പോ ഇൻസ്റ്റയിലായാലും എവിടെയും കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ മുന്നിൽ തന്നെ വരുന്നതല്ലേ. അതുപോലെ തന്നെ ഇവരെ വീഡിയോ ആണ് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണ്ടാന്ന് വെച്ചൊരു സംഭവമായിരുന്നു. അതായത് ഏകദേശം എൻ്റെ 1 വർഷം മുന്നേ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. അപ്പൊ ആ ടൈമിൽ എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. അപ്പൊ അതിനുശേഷം യൂട്യൂബ് ചാനലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സംഭവം നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അവരെ വീഡിയോസ് കാര്യങ്ങൾ കാണുമ്പോൾ കുറേ കമന്റ് ബോക്സിൽ എന്നെ പോലത്തെ പെൺകുട്ടികൾ ഇങ്ങനെ ഓരോ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തായാലും ഒരു വീഡിയോ ചെയ്യണം. കാരണം എന്നെ പോലത്തെ സ്കിൻ ടൈപ്പ് ഉള്ളവര് വെറുതെ അവിടെ പോയി പെട്ടു പോണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ വേറെ ആരും ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറയാം, എനിക്ക് 24-ാമത്തെ വയസ്സ് മുതലാണ് എനിക്ക് പിമ്പിൾസിന്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഞാൻ പയ്യന്നൂരിൽ ഒരു ഡോക്ടറെയാണ്, മിഷൻ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെയാണ് കാണിച്ചത്. അപ്പൊ ഓക്കെ, നല്ല മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഹോർമോൺ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ആ ടൈമിൽ പിന്നെ എനിക്ക് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെയും പയ്യന്നൂരിൽ പോയി കാണിച്ച് ഓക്കെ. പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പയ്യന്നൂരിലേക്ക് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, തലശ്ശേരി ഒക്കെ എവിടെയെങ്കിലും നല്ല ഡോക്ടർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പയ്യന്നൂർ സ്റ്റോപ്പ് ആക്കാം. അങ്ങനെയാണ് ഞാൻ ഇവരുടെ വീഡിയോ കാണുന്നത്. ആ ടൈമിൽ അവരുടെ ട്രീറ്റ്മെന്റിന് പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നല്ലയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മുടെ നാട്ടുകാരാണല്ലോ, അപ്പൊ നമ്മളത് വിശ്വസിക്കും. ഓക്കെ, നമ്മുടെ നാട്ടുകാരാണ് പറയുന്നത് സത്യമായിരിക്കും, നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. അങ്ങനെ ഞാൻ താജിന്റെ അടുക്ക പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ പയ്യന്നൂർ വിട്ടിട്ട് ഇങ്ങനെ താജിന്റെ അടുക്ക പോകുന്നത്. അപ്പോൾ ഇവരുടെ വീഡിയോ കണ്ടിട്ടാ പോകാൻ തീരുമാനിച്ചെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, വേണ്ട, അവർ പ്രൊമോഷൻ ആയിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും, പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആയിരിക്കും, അത് നീ പോവണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അവര് നമ്മുടെ നാട്ടുകാരാണ്, അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാനങ്ങ് പോയി. അതായത് ഏട്ടന്റെ വാക്ക് ധിക്കരിച്ചിട്ട് പോയി എന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ പോയി. ഞാനും ഏട്ടൻ തന്നെ ഫസ്റ്റ് പോയത്. അപ്പൊ പോയപ്പോ എന്താന്ന് വെച്ചാല് ആ ഒരു ടൈം കൊറോണ സമയമൊന്നും അല്ല. പക്ഷേ ഈ ഡോക്ടർ എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഇത്രയും ദൂരെ ഇരിക്കും. ദൂരെ ഉണ്ടാവും, ഒരു വലിയ ചങ്ങലൊക്കെ ഉണ്ടാവും, നമ്മൾ എത്രയോ ദൂരെ നമ്മൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആ ഡോക്ടർ ഇരിക്കുക. ഒരു ടോർച്ച് ഇങ്ങനെ അടിച്ചിട്ട് നോക്കും. നിനക്കെന്നെ അറിയില്ല ആ ഡോക്ടർ എന്നാ എന്റെ മുഖത്ത് കാണുന്ന ആ ടോർച്ച് അടിച്ചിട്ട്, നിനക്കറിയില്ല, അത്രയും ദൂരത്തോട്ട് ഇരിക്കുന്നുണ്ടാകുക. അപ്പൊ ഇങ്ങനെയാണ് ഡോക്ടർ, ഇങ്ങനെ നമ്മളെ പരിശോധന കാര്യമൊക്കെ ഇങ്ങനെയാണ് ഡോക്ടർ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അത് ഞാൻ പോവാൻ കാരണം എനിക്ക് 2 കവിളത്തായിട്ട് ചെറിയ ഇങ്ങനെ തരി പോലെയുള്ള പിമ്പിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ കുറച്ച് ആയുർവേദ പൊടികളൊക്കെ എല്ലാം ഞാൻ പരീക്ഷിച്ചു. പക്ഷേങ്കിൽ ഒരു മാറ്റമില്ല. ആ തരി പോലെയുള്ളത് കവിളത്ത് അതുപോലെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതെന്തായാലും കാണിക്കാണ്ട് പോകത്തില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ താജിനെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഡോക്ടർ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഓക്കെ, ഓയിൽമെന്റ് ഒക്കെ തേക്കാം, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓയിൽമെന്റ് തന്ന്, സൺസ്ക്രീൻ തന്ന്, ഫേസ് വാഷ് തന്ന്, അതൊക്കെ തന്ന് ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ 2 ആഴ്ച ഒക്കെ കഴിഞ്ഞ് പോയപ്പോൾ എന്റെ അവസ്ഥ, പിമ്പിൾ കുറച്ച് വലിപ്പം വെക്കാൻ തുടങ്ങി. വലിപ്പം എന്ന് വെച്ചാൽ അപ്പൊ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു സ്വാഭാവികം, നമ്മൾ വലിപ്പം വെച്ചിട്ടാണ് പിമ്പിൾസ് പോവുക. ഓക്കെ, അങ്ങനെ തന്നെയായിരുന്നു ആദ്യം എനിക്ക് ഉണ്ടായത്. പക്ഷെ ആ സമയത്ത് എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത എന്താ വെച്ചാൽ ഒരു വൃത്തികെട്ട രീതിയിലാണ് ഇതിങ്ങനെ പൊന്തി വരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ ഡോക്ടർ പിന്നെ എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു ടാബ്ലറ്റ് കുടിക്കണം. അപ്പൊ ആ ടാബ്ലറ്റ് ഏതാന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ ആ ടാബ്ലറ്റ് നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഡോക്ടർ എന്നോടും പറഞ്ഞത് അതിന്റെ എന്താ പറയാ, അത് നീ കുടിച്ചിരിക്കണം. കാരണം ഈ ഒരു പിമ്പിൾ പോകണമെങ്കിൽ ആ ഓയിൽമെന്റ് മാത്രം പോരാ, ടാബ്ലറ്റ് ഉള്ളിൽ കഴിക്കണം, എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടും പിമ്പിൾസ് ഒക്കെ മാറും. പക്ഷെ ഇതിന് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ഉണ്ട്, അതായത് ആഫ്റ്റർ എഫക്ട് ഭയങ്കരമാണ് ഇതിന്, കുറെ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, അപ്പൊ അങ്ങനെ ഞാൻ തരാ. പക്ഷേങ്കിൽ നീ ഓയിൽമെന്റ് തേച്ചോണ്ട് മാത്രമായിട്ട് എനിക്ക് ഈ പിമ്പിൾസ് പോകില്ല, എന്തായാലും ടാബ്ലറ്റ് കുടിക്കണം. അപ്പൊ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്താ വരിക, ഓക്കെ, ആ ടാബ്ലറ്റ് കുടിച്ചാലേ മാറും.
അപ്പോൾ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രഗ്നൻസി പ്ലാനിങ് ആണെങ്കിൽ അത് നോക്കാൻ പാടില്ല ഈ ടാബ്ലറ്റ് കുടിക്കുമ്പം. അപ്പോൾ അത് നമുക്കിപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും, വൈകല്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ അവർക്കും കൊടുക്കൂല, ഈ മുലപ്പാലൊക്കെ കുട്ടിയൊക്കെ കൊടുക്കുന്ന അമ്മമാർക്കും കൊടുക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു, ഇതിന് കുറെ ആഫ്റ്റർ എഫക്ട് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ പിന്നെ ആ ടൈമിൽ അതൊന്നും നോക്കാതുകൊണ്ട് ഓക്കെ, നമ്മൾക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ ടാബ്ലറ്റ് വാങ്ങിച്ച് അടുത്ത പ്രാവശ്യത്തെ പോക്കിന് വാങ്ങിച്ച് ടാബ്ലറ്റ് കുടിച്ചതിന് ശേഷമുള്ള അവസ്ഥ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കുരുവെല്ലാം അങ്ങനെ പൊന്തി വന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. ബ്ലഡ് എന്ന് വെച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റില്ല. കിടക്കുന്ന പില്ലോയിൽ ഞാൻ കിടക്കുന്നത് ഇങ്ങനെയാ, മേലോട്ട് തട്ടാൻ നോക്കിയിട്ടാണ് ഞാൻ കിടക്കുക. എനിക്കിങ്ങനെ ചെരിഞ്ഞ് കിടക്കാനൊന്നും പറ്റില്ല. ഈ രണ്ട് കവിള് തട്ടിക്കാൻ പറ്റില്ല, മുഖം കഴുകാൻ പറ്റില്ല, മുഖത്തൊന്നും വെള്ളം തട്ടിക്കാൻ പറ്റില്ല, മുഖത്ത് കൈവരെ തട്ടിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലായിപ്പോയി ഞാൻ. മെന്റലി ഭയങ്കര ഡൗൺ ആയി. ഒന്നും എന്താ പറയാ, എനിക്ക് ഒരു വല്ലാത്ത നെഗറ്റീവ് ഒക്കെ മനസ്സിൽ വരാൻ തുടങ്ങി. അയ്യോ, എന്താ ഇങ്ങനെ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു. മെന്റലി ഞാൻ ഫുൾ തളർന്നു. പക്ഷെ ഞാൻ പുറമെ അതാരോട് കാണിച്ചിട്ടില്ല. കാരണം എന്റെ അവസ്ഥ അനക്കല്ലേ പറഞ്ഞാൽ മനസ്സിലാവും. മറ്റുള്ളവർക്ക് അത് പറയുമ്പോൾ അതൊരു കഥ മാത്രമായിരിക്കും. അനക്കാണ് അതൊരു അനുഭവമായിട്ടുള്ളത്. പിന്നെ ഒന്നാമത് ഞാൻ എന്റെ വീട്ടിൽ മാത്രമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇടയ്ക്ക് ഏട്ടന്റെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടെ പോയി നിൽക്കുമ്പോൾ കുറെ ആൾക്കാരെ ഞാൻ ഫേസ് ചെയ്യണം. അപ്പൊ അതിന്റെ ടെൻഷൻ വേറെ. ഒരു പുറത്ത് ടൗണിൽ ഇറങ്ങുമ്പോൾ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് ഫസ്റ്റ് എന്റെ ഫേസാ, അല്ലാണ്ട് വേറൊരു വിശേഷമോ കാര്യമല്ല. എന്താ മുഖത്ത് പറ്റിയ, എന്ത് പറ്റി, അതാണോ ഇതാണോ, ഫുൾ നമ്മൾ എന്തോ അങ്ങ് വാരി മുഖത്ത് കുരുക്കളങ്ങ് പറ്റിച്ച പോലത്തെ ചോദ്യങ്ങളാണ് ഓരോരുത്തരും ചോദിക്കുക. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും നമ്മളെ മുഖത്ത് ഇത് വരുത്തണം എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് പല കാരണങ്ങളാൽ നമ്മളെ മുഖത്തൊക്കെ ഇതൊക്കെ വരും. ഒന്നാമത് നമ്മൾ പെൺകുട്ടികൾ, സ്ത്രീകളെ കാര്യം പറയണ്ട, ഒരുപാട് ഹോർമോൺ ചേഞ്ചും അതും ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ശരീരമാണ് ഇതൊക്കെ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇത് കണ്ടവട്ടം എല്ലാവർക്കും ഇതാ ചോദിക്കേണ്ടത്, എന്താ പറ്റിയ നമ്മൾ എന്തോ വെച്ച് കിട്ടിയ പോലെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ ചോദ്യം വേറെ. അപ്പൊ ഫുൾ മെന്റലി തകർന്നൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഏട്ടനും കൂടെ ഇല്ല. ഏട്ടനങ്ങ് പുറത്ത്, ഞാൻ ഇവിടെ നാട്ടിൽ ഒറ്റക്ക്. അപ്പൊ ഫുൾ ഞാൻ ഒറ്റക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യണം. അപ്പൊ ഞാൻ പിന്നെയും പോയ ടൈമിൽ ഇതന്നെ, നമ്മൾ 2 മാസം എന്തായാലും ടാബ്ലറ്റ് കുടിക്കണം. അപ്പൊ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ഫേസിന്റെ ഫോട്ടോ ഒക്കെ നേഴ്സ് ഒക്കെ എടുത്ത്, അപ്പൊ നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു 1.5 മാസമൊക്കെ ഇത് കുടിച്ചതാണ് എന്റെ ഒരു ഓർമ്മയിലുള്ളത്. പിന്നെ എനിക്ക് പറ്റുന്നില്ല, കാരണം ഇത് തന്നെ അവസ്ഥ. ഫുൾ ഇതെന്താന്ന് വെച്ചാൽ നല്ലോണം പൊന്തി വരും, ആ കുരു പോയതൊക്കെ കുഴിയാവും. അപ്പൊ ഇതാ അവസ്ഥ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത്. അനക്ക് അവിടെ പോയിട്ട് 2 വർത്താനൊക്കെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കാരണം പക്ഷെ ഞാൻ വേണ്ട, എന്തിനാ വെറുതെ, എന്റെ ഫേസ് പോയതിന് തിരിച്ചു വരില്ല. അപ്പൊ പിന്നെ ഞാൻ ഒന്നിനും നിന്നിട്ടില്ല. ഏട്ടൻ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അവിടെ പോയി 2 വർത്താനം പറയുന്നത്, അത് വേറെ കാര്യം. ഞാനൊന്ന് ഒറ്റക്കായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് വേണ്ട, വിട്ടേക്ക മതി, ഫേസ് എന്റെ ആ പോയത്, വേറെ ആൾക്ക് അതൊരു നഷ്ടമല്ല, ആ ഒരു നഷ്ടം എനക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഞാൻ നേരെ പയ്യന്നൂർ തന്നെ പോയി. പയ്യന്നൂർ പോയിട്ട് എല്ലാ ഡോക്ടറുടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞ് ഈ ടാബ്ലറ്റിന്റെ ഇത് കാണിച്ചു കൊടുത്ത്. അപ്പം ഡോക്ടർ പറഞ്ഞത്, നിന്റെ ഈ ഫേസിന് ശരിക്കും ടാബ്ലറ്റ് കുടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത് നല്ലോണം അത്രയും പ്രശ്നമായ ഒരു ഫേസിന് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണിത്. പക്ഷെങ്കിൽ ഡോക്ടർ തന്ന ഓയിൽമെന്റും ഇതൊക്കെ കുടിച്ചിട്ടാണ് എനിക്ക് നല്ലോണമായത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് കുടിക്കണ്ട. അപ്പോൾ ഇതിപ്പോ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് കുടിച്ചാൽ ഇതൊരിക്കലും യൂറിനിലൂടെ പോവില്ല പുറത്തേക്ക്. ഇത് നമ്മുടെ ബ്ലഡിൽ കലങ്ങി നിൽക്കുന്ന ഒരു ടാബ്ലറ്റാണ്. ആ ടാബ്ലറ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് കയ്യിലുള്ള എല്ലാ വിവരവും കിട്ടും. അപ്പോൾ അത് നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ കലങ്ങി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പിന്നെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, 1 വർഷത്തേക്ക് നിങ്ങൾ പ്രഗ്നൻസി നോക്കാനേ പാടില്ല. കാരണം ഇത് നിന്റെ ബ്ലഡിൽ ഉണ്ട്, ഈ ഒരു ടാബ്ലറ്റിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും അത് കുട്ടിക്ക് നല്ലോണം ബാധിക്കും, ബേബീനെ ബാധിക്കും. അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. ഓക്കെ, നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മൾ കാരണം അതൊന്നും നമ്മളിപ്പോ നോക്കുന്നില്ല. പക്ഷേ എങ്കിൽ പറഞ്ഞത്, ഇത് നീ ഇപ്പം കുടിക്കേണ്ട ഒരു ടാബ്ലറ്റ് അല്ലായിരുന്നു, ഇത് നീ കുടിക്കണ്ട, സ്റ്റോപ്പ് ആക്കിയൊക്കെ കംപ്ലീറ്റ്. ഞാൻ എനിക്ക് വേറെ ഓൾമെന്റ് കാര്യങ്ങൾ തരാം. അങ്ങനെ അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആക്കി, ഓൾമെന്റ് നിന്ന് ഫേസ് വാഷ് ഒക്കെ തന്ന് 2 മാസം കൊണ്ട് എന്റെ കംപ്ലീറ്റ് പിമ്പിൾസ് മാറി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു പിമ്പിൾസ് പോയിട്ട് കുഴിവായി. ഇപ്പൊ എന്റെ 2 കവിളിന്റെ അവസ്ഥ എന്ന് വെച്ചാല് കുഴിവ്, ആ വന്ന പിമ്പിൾസ് പോയെടുക്ക എല്ലാം റൗണ്ടിൽ കുഴിവുള്ളത്. ആ കുഴിവ് ഇനി ട്രീറ്റ്മെന്റിലൂടെ അല്ലാണ്ട് പോകൂല. അതെന്നെ ഡോക്ടറിനോട് പറഞ്ഞു. ഈ ആക്നെ, ഈ കുഴികള്, ഇതൊക്കെ എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റിലൂടെ പോകും. നമ്മൾക്കിപ്പോ പിമ്പിൾസ് മാത്രമാണെങ്കിൽ നമുക്ക് ഓയിൽമെന്റ് തേച്ചിട്ട് അത് അമർന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങനെ പിമ്പിൾസ് അങ്ങനെ ഇല്ല. എന്റെ അവസ്ഥ വെച്ച് ഇപ്പൊ ആക്നെയും ഈ കുഴിവ് കാര്യങ്ങൾ ഇതൊക്കെയാണുള്ളത്. അങ്ങനെ കുറച്ച് ആ പിമ്പിൾസ് ഒക്കെ പോകുന്നത് വരെ ഞാൻ പയ്യന്നൂർ ഡോക്ടറെ തന്നെ കാണിച്ച് അതൊക്കെ മാറ്റി. പിന്നെ ഞാൻ സ്റ്റോപ്പ് ആക്കി. ഇപ്പൊ ഞാൻ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇതിപ്പോ കുഴിവും ആക്നെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ഹോർമോൺ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം കുറെ ആക്നെ കൂടി. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ ഒരു നിലവിൽ ഇപ്പം വന്നതാ കുറച്ചായിട്ട്. പിന്നെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഞാൻ മെയിൻ പറയാൻ വന്നത് ഇതാണ്. താജിന്റെ അടുക്ക പോയിട്ട് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. നല്ല അനുഭവം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. 2 കവിളും നശിച്ചു പോയി അവിടെ പോയിട്ട് എന്ന് പറയാം. ഇനി ഈ കുഴിവ് പോകാൻ എന്നാ വേണ്ടത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനിപ്പോ ഇത് ശ്രദ്ധിക്കലില്ല. കാരണം ശ്രദ്ധിച്ചാൽ നമുക്ക് ടെൻഷനാണ്. കാരണം നമ്മൾ എന്തിനാ പോയത് പോയി. ഇനി ഞാനതിപ്പോ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അതങ്ങനെ വിട്ടയച്ചിട്ടുള്ളത്. കാരണം
നമുക്ക് വേറെ പലതും ഉണ്ട് ചിന്തിക്കാനും, നമുക്ക് കാര്യങ്ങൾ നടക്കാനും, അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, നമ്മുടെ മുമ്പിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഇതും കൂടി തലയിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ളിൽ ടെൻഷൻ, അല്ലെങ്കിൽ തന്നെ ടെൻഷനോട് ടെൻഷനാണ്. നമ്മളിപ്പോ എല്ലാ വ്ളോഗർമാരും ഈ ഫ്രണ്ടിൽ ക്യാമറ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ഹാപ്പി ആയിട്ടും അവര് മനസ്സ് പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവരെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ, ടെൻഷനും അതും ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്റെ കാര്യം, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാ കേട്ടോ. അപ്പൊ അതുപോലെ ഒരുപാട് ടെൻഷൻ അതും ഇതൊക്കെ തലയിലുണ്ട്. അതിന്റെ ഇടയിൽ ഇതും കയറ്റി വെക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ പണ്ടത്തെ പോലെ ചിന്തിക്കലില്ല. പണ്ട് ഫുൾ എനിക്ക് ഇത് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ മാത്രമേ. കാരണം അതിന് ശേഷം ആ ഒരു അവസ്ഥക്ക് ശേഷം ഞാൻ ഫുൾ എനിക്ക് ഇത് ചിന്തിക്കാനേ നേരമുള്ളൂ, വേറൊന്നും ഞാൻ ചിന്തിക്കില്ല. പക്ഷെ ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന പോയി. അതിപ്പോ അങ്ങനെ ആയി, അതിപ്പോ ആ ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. അതിപ്പോ അങ്ങനെ ആയി, അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ ആയി. അപ്പൊ എനിക്കിപ്പോ ഗേൾസിനോട് പറയാനുള്ളത്, നമ്മളിപ്പോ എന്താ പറയാ, ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒന്നിലെടുത്ത് ചാടി നിൽക്കരുത്. എന്റെ അനുഭവം ഞാൻ പറയാം. ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റിലേക്ക് ഒന്ന് പോകാൻ നിൽക്കരുത്. നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ഒന്നാമത് ഞാനൊക്കെ താജ് ഡോക്ടറെ കാര്യം വേറെ ഒന്നും അന്വേഷിച്ചിട്ടില്ല. അതായത് വേറെ കുറച്ച് കസിൻസിനോടൊക്കെ ചോദിച്ചാൽ ഓക്കെ, ആ താജ് കേട്ടിട്ടുണ്ട്, നല്ലതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർക്കും അങ്ങനെ അനുഭവങ്ങളില്ല, അപ്പൊ ആരും അങ്ങനെ പോയിട്ടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ പിന്നെ ഇവരെ വീഡിയോ കണ്ടല്ലോ, ഓക്കെ ശരി, ആ രീതിയിലാണ് ഞാനും പോയത്. ഞാനും അങ്ങനെ കൂടുതലായിട്ട് അങ്ങ് അന്വേഷിച്ചില്ല. കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ ഒക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു പണി കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു വർഷത്തിന് ശേഷം ഇപ്പൊ നീ ഒരു വീഡിയോ ഇടാൻ കാരണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഞാനിത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച വീഡിയോ, ഞാൻ പറഞ്ഞല്ലോ ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പക്ഷെ നമ്മളെ മനസ്സിൽ ഇപ്പൊ എന്തെന്നുള്ള അതായിരിക്കും നമ്മൾ ഫോൺ തുറന്ന ഫ്രണ്ടിൽ കാണുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ ഇവര് അവിടെ പോയ വീഡിയോ പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറെ കമന്റ് ബോക്സിൽ അന്നെപ്പോലത്തെ പെൺകുട്ടികൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട്. അപ്പൊ പിന്നെ എനിക്കൊരു വിഷമം. കാരണം എനിക്ക് അറിയാലോ എനിക്ക് വന്ന അവസ്ഥ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടാല ആർക്കെങ്കിലും അറിയാത്തവരുണ്ടാവല്ലോ, ഈ താജ് ഡോക്ടറെ പറ്റി അറിയാത്തവർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടിട്ടതാണ്. അല്ലാണ്ട് ഞാൻ അവരെ നെഗറ്റീവ് അടിക്കില്ല, ഈ ഇട്ട് മീറ്റ് അവരെ ഒന്നും നെഗറ്റീവ് അടിക്കുന്നില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ചിലവർക്ക് പോയാൽ ചിലപ്പോൾ അന്നെപ്പോലത്തെ അനുഭവം ആയിരിക്കില്ല, അവർക്ക് ബെറ്റർ ആയിട്ടുണ്ടാവുമായിരിക്കും. അത് ഓരോ സ്കിൻ ടൈപ്പ് ആണ്. ഇപ്പൊ എന്റെ സ്കിൻ ടൈപ്പ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചിലപ്പോൾ എന്റെ എന്തോ ഒരു വിടക്കുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ എനിക്ക് ഇപ്പൊ ഇഷ്ടം. കാരണം ഈ പോയല്ലോ. അപ്പൊ എന്റെ പോലത്തെ ഒരു അവസ്ഥ വേറൊരാൾക്ക് വരാൻ പാടില്ല എന്നുള്ള ഒറ്റ ഒരു കാരണത്താലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞാൻ അവർ ഒരിക്കലും നെഗറ്റീവ് അടിച്ചിട്ട് വീഡിയോ ഇട്ടതല്ല. അവര് ചിലപ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും, അവര് ട്രീറ്റ്മെന്റിൽ അവർക്ക് ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ എന്റെ സ്കിൻ ടൈപ്പ് കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇതുപോലെ എന്റെ സ്കിൻ ടൈപ്പ് പോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ തലശ്ശേരി കണ്ണൂരുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോവേ നിൽക്കേണ്ട താജിന്റെ എടുക്കാന്ന് ഞാൻ പറയും. കാരണം എന്റെ അനുഭവം ഇങ്ങനെയാണ്. നന്നായിട്ട് എന്റെ ഈ ഒരു അവസ്ഥ അനുഭവിച്ചറിയാന്നൊക്കെ പറയില്ല, അത് ഞാൻ നല്ലോണം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എന്റെ ഒരു സ്കിൻ ടൈപ്പ് പോലത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോകണ്ട. എന്റെ നല്ല ഓയിലി സ്കിന്നാണ്. എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല. കുറെ പിന്നെ ഡയറ്റ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക്. അത് പയ്യന്നൂരിൽ പോയാലും ഡോക്ടർ അങ്ങനെ തന്നെയാണ് തന്നത്. കുറെ ഓയിൽ ഫുഡ് കഴിക്കില്ല, ചോക്ലേറ്റ്, ബേക്കറി ഐറ്റംസ് ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഞാൻ എല്ലാം സ്റ്റോപ്പ് ആക്കിയ ഒരാളായിരുന്നു ആ ടൈമിൽ. പക്ഷെ നമ്മൾ എത്ര കാലം വെച്ചിട്ട് നമ്മൾ ഇതൊന്നും കഴിക്കാണ്ടിരിക്കുക. പക്ഷെ ഞാനിപ്പോ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കലുണ്ട്. മേ ബി ചിലപ്പോൾ അതിന്റെ ഒരു ഇതായിരിക്കും ചിലപ്പോൾ മുഖത്തിപ്പം കാണുന്നത്. പിന്നെ കുറച്ച് ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം അതും ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കഴിക്കാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയാണിത്. ഇത് ഉള്ളവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവേ. ഇതൊന്നും ഇല്ലാത്തവർക്ക് നമ്മളിപ്പോ പറയുന്നത് അവർക്ക് ശരിക്കും ഒരു കഥ മാത്രമാണ്. അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇത് ഉള്ളവർക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളാണ്. അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളൂ. താജിന്റെ അടുക്ക പോകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇവരെ വീഡിയോ കണ്ടിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ടും നല്ലോണം ഒന്ന് അന്വേഷിച്ചിട്ടും പോയാൽ മതി കേട്ടോ. അന്നെപ്പോലത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. അപ്പൊ ഓക്കെ, ബൈ.